ഇപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കേക്കൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനും കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ട്, കേക്കൊക്കെ നന്നായിണ്ട്. വീഡിയോ എടുത്തുണ്ട് അയച്ചുതരാട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഓട്ടപ്പാച്ചിലിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. 2 കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. അത് 2 അറ്റത്തായിരുന്നു കേട്ടോ. അത് 2 കൊണ്ടുപോയി കൊടുത്ത് വന്ന ശേഷം വേഗം കേക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ബട്ടർ പേപ്പർ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ബട്ടർ പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ചേലക്കര സ്റ്റാൻഡിൻ്റെ ഉള്ള ഉമ്മർഖാൻ്റെ കടയിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഉമ്മർഖാനൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ ബട്ടർ പേപ്പർ വാങ്ങി. പിന്നെ കുഞ്ഞു 2-3 ഐറ്റംസ് വേറെ വാങ്ങിയിട്ടോ. അപ്പോൾ ഈ കടയിൽ നിന്ന് അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ. അതായത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഓടി വന്നിട്ട് ഇവിടെ വന്ന് വാങ്ങും. പിന്നെ ഗോപിയേട്ടനത്ത് കുറേ സാധനങ്ങൾ വാങ്ങും. അങ്ങനെ ഇവിടെ ഒരുവിധം എല്ലാ മോഡൽ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ലേറ്റസ്റ്റ് ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ മിഠായി കൊടുക്കുന്നതിനുള്ള മിഠായിയുടെ ബൊക്കൾക്ക് പകരപ്പോൾ ഇറങ്ങിയിട്ടുള്ളതാണ് ഇങ്ങനത്തെ പെട്ടികൾ കേട്ടോ. ആ പെട്ടിക്ക് 500 രൂപയ്ക്ക് റേറ്റ് വരുന്നത് പറഞ്ഞു മുറുക്ക കേട്ടോ. അങ്ങനെ ഞാൻ വേഗം വീടെത്തി. റിയമോൾക്കാണെങ്കിൽ പെരി മോമോസ് വേണം പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം ഞാൻ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ മോമോസിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് പെരി അൽഫാമിൻ്റെ ഓർഡർ ചെയ്തിട്ട് നേരെ ചേലക്കരയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടോ. അതായത് ബട്ടർ പേപ്പറൊക്കെ വാങ്ങാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് വേഗം മോമോസ് വാങ്ങിയിട്ട് വന്നു കേട്ടോ. അത് കാരണം ടൈമൊന്നും പോയില്ല. പിന്നെ നാരങ്ങ വാങ്ങിയിട്ടോ. പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇക്ക പറയും വെള്ളം കലക്ക് പറയും. വെള്ളം കലക്കാൻ ചിലപ്പോൾ നാരങ്ങ ഉണ്ടാവില്ല, ഒരു കുന്തും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉണ്ടോ അല്ലേന്നൊന്നും ആളെ നോക്കില്ല. അപ്പം ഞാൻ വേഗം എപ്പോഴും നാരങ്ങ വാങ്ങി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വേഗം അത് വാങ്ങി വെച്ചു. പിന്നെ വേഗം വീട്ടിലേക്ക് വന്ന് ചടപടയെ പണ്ട് കേക്കിൻ്റെ പണി തുടങ്ങി. 30 കോഴിമുട്ട, 1 കിലോ പഞ്ചസാര, 1 കിലോ മൈദ ഇട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യണത് കേട്ടോ. ആദ്യം തന്നെ പഞ്ചസാരയും കോഴിമുട്ടയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ബട്ടർ 250 ഗ്രാം മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ വാനില എസൻസ് ഒഴിച്ചു. പിന്നെ നമ്മുടെ മൈദ കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഒന്നായിട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എല്ലാം കൂടിയിട്ടൊരു ഉണ്ടയോ കേട്ടോ. അങ്ങനെ ചെയ്ത് കുറേശ്ശെ നമ്മൾ സ്ലോവിലാക്കിയിട്ട് വേണം ഇട്ട് വയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് വേഗം അതിലേക്ക് നമ്മുടെ ബാറ്ററിക്കും നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. ട്രേയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഒരെണ്ണത്തിൽ മാത്രം മാംഗോയുടെ എസൻസ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് 40 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ചു. അതുപോലെ തന്നെ ഒക്കെ വെള്ളം വേണം പറഞ്ഞു. വെള്ളം തായ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം വെള്ളം കലക്കിയിട്ടോ. അപ്പോൾ നന്നാരി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇക്കാക്ക് കുറച്ച് നന്നാരി ഒഴിച്ചു, എനിക്ക് തോനെ നന്നാരി ഒഴിച്ചു കേട്ടോ. അതായത് ഇക്കാക്ക് പഞ്ചസാര കുറവ് മതി. തോനെ പഞ്ചസാരയിൽ സർവത്ത് കൊടുത്താൽ പറയും എനിക്ക് കുടിച്ചാൽ പറയും നീ എന്തിനും എനിക്ക് തരുന്നു പറഞ്ഞിട്ട് വഴക്ക് പറയും. അപ്പോൾ ഞാൻ ഇക്കാക്ക് തോനെ കുറച്ച് ഒഴിച്ചു, എനിക്ക് തോനെ ഒഴിച്ചു. എനിക്കാണെങ്കിൽ നല്ല മാത്രത്തിൽ അടിപൊളിയായിട്ട് കൂടിയാണ് കേട്ടോ. നല്ല അടിപൊളി സോഡ ഒഴിച്ചു. എന്നിട്ട് നന്നായി കലക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുടിച്ചു ഗ്യാസ്. പിന്നെ റിയമോൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. റിയമോൾക്ക് സർവത്തും ജ്യൂസൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൾക്ക് കലക്കില്ല കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് തന്നെ മധുരം നോക്കിയപ്പോൾ എൻ്റെ നല്ല മധുരം എടുക്കാനെങ്കിൽ മധുരം നല്ല കുറച്ചാണ്. അത് കാരണം വഴക്കൊന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങളൊരു കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. ഒരു 5 മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് പിന്നെ ക്രീം ബീറ്റ് ചെയ്യാൻ നിന്നു കേട്ടോ. ക്രീം ബീറ്റ് ചെയ്തു. അപ്പോഴത്തേനും നമ്മുടെ സ്പഞ്ച് റെഡിയായി. അപ്പോൾ അത് ചൂടാറാൻ വെച്ച ശേഷം നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഓർഡർ. അതിനുള്ള സ്പഞ്ച് വേഗം ഉണ്ടാക്കിയിട്ടോ. അത് നമ്മുടെ ചെറിയ ബീറ്ററിൽ തന്നെ വേഗം ചടപടയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടോ. അത് കുഴപ്പമില്ല. മറ്റതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇത് വേറെ അല്ലേ. അപ്പോൾ ഇതാണെങ്കിൽ ആകെ 1.5 കിലോൻ്റെ ഓർഡറുള്ളൂ, 1 കിലോനും പിന്നെ 1/2 കിലോനും. അപ്പോൾ അത് വേഗം ചെയ്തു. അത് എന്നിട്ട് വേഗം ഓവനിൽ വെച്ചു. അതിനുശേഷം ഇതൊന്നും ചൂടാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്ക് 1 കിലോ, പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് നവായിൽ വരുന്നത്, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് 1 കിലോ. അത് രണ്ടുമാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ആ 2 കേക്ക് കൊടുത്തു കേട്ടോ. ഞാൻ എൻ്റെ ക്യാമറയിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ മുഖം നോക്കുന്നുണ്ട് ഗൈസ്. അതായത് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആരോ അവിടെ നിൽക്കണ പോലെ തോന്നുക ചെയ്യണം. ഞാൻ കേക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അയൽക്കൻ്റെ മുഖം നോക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചൂടൊന്നും ശരിക്കും അറിയണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വേഗം സ്ലൈസ് ചെയ്ത് വേഗം ചൂടാറാൻ വെച്ചു കേട്ടോ. അങ്ങനെ അത് വേഗം സ്ലൈസ് ചെയ്തു. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ രാത്രി ഒരുപാട് ലേറ്റായി തുടങ്ങി കേട്ടോ. അതായത് ഇപ്പോൾ ഈ ടൈമാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. ഒരിക്കലും നമുക്ക് മടുപ്പ് തോന്നാറില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള പണി ചെയ്യാൻ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ലല്ലോ. അതായത് ഞാൻ പറയാറില്ലേ, സന്തോഷം നമ്മളെ തേടി വരില്ല, നമ്മൾ സന്തോഷം ഉണ്ടാക്കിയെടുക്കുക ചെയ്യേണ്ടത്.
അതായത് നല്ല ചിന്തകളും അതേപോലെ നമ്മൾ സന്തോഷം കുറുക്ക് വഴി കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. കുറുക്ക് വഴി കൂടെയൊക്കെ സന്തോഷം ഉണ്ടാക്കി തന്നെ അതൊരിക്കലും നിലനിൽക്കില്ല, താൽക്കാലികമായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കുക ചെയ്യേണ്ടത്. അതായത് നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കണോ, അത് ഇഷ്ടപ്പെടണോ, അത് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് സന്തോഷം തന്നെ വരിക കേട്ടോ. നല്ല ചിന്തകളും അതേപോലെ നമ്മൾ മനസ്സിന് സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ട് ഗൈസ്. നമുക്ക് മടുപ്പൊന്നും തോന്നില്ല. പിന്നെ പറഞ്ഞാൽ നമ്മുടെ വിജയമാണ് നമുക്ക് മനോഹരമായ പ്രതികാരം എന്ന് പറയില്ല. നമ്മുടെ വിജയം ഏറ്റവും മനോഹരമായ പ്രതികാരം എന്ന് പല എന്താ പറയുക മോട്ടിവേഷൻ ക്ലാസ്സിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാനും പ്രാവർത്തികമാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ തകർന്നിരിക്കുമ്പോൾ, അതുപോലെ നമ്മൾ തകർന്നിരിക്കുമ്പോൾ ആഘോഷിച്ചവരുടെ മുന്നിൽ, പിന്നെ കൂടെ നിന്ന് നമ്മളെ ചതിച്ചവരുടെ മുമ്പിൽ, പിന്നെ ചിരിച്ചുകൊണ്ട് നമ്മളെ പിന്നിൽ നിന്ന് കുറ്റം പറയില്ലേ അവരുടെ മുന്നിൽ എല്ലാം നമ്മൾ വിജയിച്ച് കാണിക്കുമ്പോൾ, അതാണ് വിജയിച്ച് കാണിക്കുകയാണ് നമ്മൾ. പിന്നെ അവർക്ക് വേണ്ടതും ചെയ്തു കൊടുക്കുക. അതാണ് ശരിക്കും മനോഹരമായ പ്രതികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. എനിക്കതാ തോന്നിയിട്ടില്ല, എനിക്കതാണ് സന്തോഷം. നമ്മളെ കുറ്റം പറയണവർ എപ്പോഴും കുറ്റം പറിച്ചുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞോട്ടെ, അവർ എത്ര കുറ്റം പറയണോ അപ്പോൾ അതൊക്കെയും നമുക്കുള്ള ശിക്ഷ, അതായത് നമുക്ക് വരുന്ന ദോഷങ്ങളൊക്കെയും നമ്മളെ കുറ്റം പറയുന്നവർക്ക് കിട്ടുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. എനിക്ക് പലപ്പോഴും അത് അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളെ എന്താ പറയുക, ഇവിടെ എന്ത് നമ്മൾ പറഞ്ഞാലും ആ പറയുന്നവർക്ക് അത് കിട്ടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ കുറ്റങ്ങൾ അതോടെ അവർക്ക് മാറിപ്പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ എന്ത് വേണമെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിജയിച്ച് കാണിക്കണമെങ്കിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ വേണ്ടതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ മനോഹരമായ പ്രതികാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് 1-2 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ രാവും പകലും ഊണും ഉറക്കമില്ലാണ്ട് അധ്വാനിച്ചാൽ തന്നെ നമ്മൾ വിജയിക്കാൻ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തുള്ളൂ കേട്ടോ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു ദിവസം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ നമ്മൾ വിജയിച്ചു എന്നൊന്നും വരില്ല. ഞാൻ ഇപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് തന്നെ എത്ര വർഷമായി എന്നറിയോ? ഒരു 8 വർഷമെങ്കിലും ഉണ്ടാവും. കാരണം 8 വർഷം പോരാ, 7 വർഷമാകുന്നുണ്ടോ, 7 വർഷമായി ഉണ്ടാവും. അതായത് നമ്മുടെ കേക്ക് എന്താ പറയുക, നമ്മൾ വാങ്ങിയ 1 വയസ്സിൽ വാങ്ങിയവരിപ്പോൾ എന്താ പറയുക 5, 6, 7 വയസ്സിൻ്റെയൊക്കെ 5, 6 വയസ്സിൻ്റെയൊക്കെയും കേക്കുകൾ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 വയസ്സിന് നമ്മൾ വാങ്ങി ഇപ്പോൾ അതുകൊണ്ട് ടൈം പോകണമെന്നൊന്നും അറിയണില്ല കേട്ടോ ഗേസ്. അങ്ങനെ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെയും. ഇതിപ്പോൾ ഒരുപാട് ലേറ്റ് ആയാലും നമുക്കതൊരു വിഷയമല്ല, നമുക്കതൊരു സന്തോഷമാണ് കേട്ടോ. എത്ര നേരം വേണമെങ്കിലും കേക്ക് ചെയ്യാൻ. ഞാൻ പറയില്ലേ, ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് വിജയം കൈവരുള്ളൂ. നമുക്ക് ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും കാൻ്റെ അടുത്ത് കൈ നീട്ടണമല്ലോ. അവരേൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ എവിടുന്നേലേക്ക് ഉണ്ടാക്കി തന്നാലും ഞാനങ്ങനെ ഒന്നും ആവശ്യപ്പെടാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കേക്ക് മാത്രം അധ്വാനിക്കുന്ന സമയത്ത്, അതായത് ഒരു പെരുന്നാളാണെങ്കിലും ശരി, വേറെ ഒന്നാണെങ്കിലും ശരി, ഞാൻ വേണം എന്ന് പറഞ്ഞിട്ട് യാതൊന്നും ആവശ്യപ്പെടാറില്ല. ഉള്ളത് കൊണ്ട് ഓണം പാലി എന്ന് പറഞ്ഞ പോലെ കണ്ടറിഞ്ഞ് വാങ്ങും. അതും അത്ര തന്നെയുള്ളൂ കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. പക്ഷേ സ്വന്തമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. നമുക്ക് സ്വന്തമായിട്ട് വരുമാനയ്ക്കും കേക്കിൻ്റെയും കുബൂസിൻ്റെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ച് തുടങ്ങിയത് കേട്ടോ. എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തും നമ്മൾ വിചാരിക്കുക എന്നല്ലാണ്ട് എന്തിനാപ്പോൾ ഇത്ര പൈസ ചിലവാക്കണം നമ്മുടെ കയ്യിൽ, ഇതിപ്പോൾ ഒരാൾ സമ്പാദിച്ചിട്ട് വേണ്ടേ എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ സന്തോഷിക്കും കുറേക്കും നോക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെയും ശ്രദ്ധിച്ച് എന്തപ്പോൾ എന്ത് വേണമെങ്കിലും ഞാൻ ആഗ്രഹങ്ങളൊക്കെ തീർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രിക്കും ഒരുപാട് ലേറ്റായിട്ടോ. മറ്റേ കേക്ക് ക്രം കോട്ട് ചെയ്തു, അത് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കേക്ക് ലവ് കേക്ക്, അതായത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡ് കളറിൽ ലവ് കൊടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അത് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒഴിച്ചു. ഇനി ഇതിലിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഇത് ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടി വരുമ്പോൾ മാത്രമേ ഇനി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വേഗം ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. നമ്മളെപ്പോഴും മെൽറ്റ് ചെയ്ത് അപ്പം തന്നെ അതിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒലിച്ചിറങ്ങും. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ആദ്യത്തെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ക്രീം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് വീണ്ടും എടുത്തു കേട്ടോ.
ഇത് രണ്ടും ഒരാൾക്കുള്ള കേക്കിന് കേട്ടോ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി, 24ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. അതായത് എൻ്റെ ഫ്രണ്ട് നമ്മളന്ന് ടൂർ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ വിജിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവൾ ഹസ്ബൻഡും അറിയാണ്ട് മക്കൾ ഓർഡർ ചെയ്ത കേക്കാണിത് കേട്ടോ. മക്കൾ എന്താ പറയുക 2 കേക്ക് ഓർഡർ ചെയ്തു. ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും, ഒന്ന് നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടും ഉണ്ടാക്കേണ്ട മോഡലുകൾ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം അതേപോലെ തന്നെ അവർ പറഞ്ഞ മോഡലിൽ തന്നെ ചെയ്തത് കേട്ടോ. വിജിയുടെ ഹസ്ബൻഡ് കോൺട്രാക്ടറാണ്, ആനന്ദൻ പറഞ്ഞിട്ട്. ഇവിടെ ചേലക്കരയിൽ കുറേ വീട് പണികളൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, അവർ രണ്ടാളും കേക്ക് വാങ്ങാൻ വന്നിരുന്നു കേട്ടോ. അവർ ഊത്രാളിക്കാവ് അമ്പലത്തിൽ പോയിട്ട് രാവിലെ പ്രാർത്ഥിച്ച ശേഷം ഇവിടെ വന്നിട്ട് കേക്ക് വാങ്ങിയിട്ട് പോയി. കയറി ഇരിക്കാൻ പറഞ്ഞിട്ടൊന്നും അവർ ഇരുന്നില്ല കേട്ടോ. അതിനുള്ള നേരമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നല്ല ഇപ്പോൾ സമയം എത്രയെന്നറിയോ, 11:30 മണി കേട്ടോ. അപ്പോൾ വീട്ടിലെന്താ ബിരിയാണി, നമ്മുടെ കുട്ടൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പറഞ്ഞോള്. അപ്പോൾ അതൊക്കെയും അതിൻ്റെയൊക്കെയും ഓർഡറുകൾ എത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ വേഗം പോയി കയറിയിരിക്കാമെന്നും പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഞാൻ വരാൻ പറഞ്ഞു, രണ്ടാമത്തും കൂടിയിട്ട് ഒഴുപോലെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഹസ്ബൻഡിനോട് ഇപ്പോൾ എവിടെയൊക്കെയോ കണ്ടൊരു മുഖം പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ആൾ പറഞ്ഞു ആൾ കണ്ടിട്ടുണ്ട് എന്നെ എന്ന് പറഞ്ഞു കേട്ടോ. അതായത് ഞാൻ സ്കൂട്ടിയിൽ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ചാക്കമ്പടിയിൽ അവിടേക്ക് അവർ വീട് പണി, 5000 കളം പള്ളിയുടെ അവിടേക്ക് അവർ വീട് പണിയുണ്ട് അത്ര, അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ അവർക്കുള്ള കേക്കാണിത് കേട്ടോ. അതായത് മക്കൾ ഓർഡർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് അവരുടെ കുട്ടികളുടെ മോഡലൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ. ജസ്റ്റ് കുഞ്ഞു ഫ്ലവറുകൾ കേക്കിൻ്റെ അവിടെ എവിടെയും സെറ്റ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ കരയിലും കൊടുത്തു കേട്ടോ. പിന്നെ കേക്ക് എപ്പോഴും ചെയ്യുന്ന ആൾക്കാരും ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ കേക്ക് ചെയ്യണം നമ്മുടെ കസ്റ്റമർ കേക്ക് ബേക്കിംഗ് ചെയ്യണ ബേക്കേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട പണി ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക കേട്ടോ. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കുകളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് തന്നെ മടുപ്പ് തോന്നും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ പണികളുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യുക. കേക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയണത് ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ അത് നമുക്കൊരു സന്തോഷം അതേപോലെ ഇതുപോലെ രാവും പകലും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ന് ശനിയാഴ്ച ഇത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം രാവിലെ ഇതിന് വോയിസ് കൊടുക്കണം കേട്ടോ. ഇന്നാണെങ്കിൽ ശനിയാഴ്ച കുബൂസിന് തോന്നെ ഓർഡറുള്ള ദിവസം കേട്ടോ. ശനി ഞായർ നല്ലോണം ഓർഡർ ഉണ്ടാവും. പക്ഷെ ഞാൻ എന്തായാലും ഇതിന്ന് അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് വേഗം വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം കുബൂസിന് നിൽക്കാൻ. പിന്നെന്താ പറഞ്ഞാൽ വിജയടുത്ത് കേക്കിൻ്റെ അഭിപ്രായം ചോദിച്ചു. ആൾ മെസ്സേജ് അയച്ചു, ഫോട്ടോസ് അയച്ചു തന്നു. ഞാൻ ഇതിൽ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഗൈസ്. കുബൂസിൻ്റെ ബില്ല് എഴുതിയിട്ടില്ല, ബില്ല് എഴുതാണ്ട് പിന്നെന്താ പണികളൊക്കെ കുറേ കിടക്കുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, എന്തായാലും ഇതൊന്ന് വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ഇത് വേഗം വോയിസ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഈ കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ പാതരയിട്ട് ഞാൻ നേരത്തെ സമയം കാണിക്കുമ്പോൾ തന്നെ 11:30 ഉണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ ചെയ്തെടുക്കുമ്പോഴത്തേനും 12:30 ആയിട്ടോ. എന്നാലും 12:30 ചെയ്ത് കഴിയുമ്പോൾ 1:30-2 മണിക്ക് കേട്ടോ. അതായത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോരല്ലോ, നമ്മുടെ ഒപ്പം അവിടെ ക്ലീൻ ചെയ്യണം. അതാണ് മെയിൻ കാര്യം. നമ്മളെപ്പോഴും കേക്ക് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ക്ലീനാക്കി വെക്കും കേട്ടോ. നമ്മൾ ഇതിപ്പോൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിവിടെ തുടയ്ക്കുന്ന തുണികളുണ്ടല്ലോ, നമ്മുടെ കേക്കിൻ്റെ ചെയ്യുമ്പോൾ ഒരു മഞ്ഞ ടവലും ഒരു റെഡ് ടവലും അങ്ങനത്തെ ടവലുകളുണ്ട്. അതൊക്കെ വേഗം സോപ്പും പൊടിയിലിട്ട് വെച്ച് അത് നന്നായി കഴുകിയിട്ട് ഇവിടെ തന്നെ ഉണക്കാടും കേട്ടോ. എന്നിട്ട് രാവിലെ എടുത്തിട്ട് വെയിലത്തിടുക ചെയ്യാറ്. ഇങ്ങനെ ഇത് ഹാപ്പി ബർത്ത്ഡേ ടോപ്പറാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ല ക്യാമറ വെച്ചത് കാരണം ഇടയ്ക്കിടയ്ക്ക് തന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കട്ടോ. മീൻകാരൻ വന്നിട്ടുണ്ട് രാവിലെ 7 മണിയാവാനാണ് പോണപ്പോൾ വോയിസ് കൊടുത്തിട്ട്. മീൻകാരൻ അവിടെ ബെല്ലടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ വാങ്ങണില്ല. ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പം ഞാനിന്ന് മീൻ കറിയൊന്നും ഉണ്ടാക്കില്ല. അയാളാണെങ്കിൽ വെറുതെ അടിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ എന്താ പറയുക, നമ്മുടെ പാല് വാങ്ങാൻ പോകണം കേട്ടോ. അത് പിന്നെ ഒക്കെ വാങ്ങിയിട്ട് വരും, വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഈ കേക്ക് ഓക്കെ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഗൈസ്. അടിപൊളി നല്ല സുന്ദരി കേക്കാണ്. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അത് എടുത്തിട്ട് വന്നു കേട്ടോ. അതിൽ ജസ്റ്റ് ഇനി പണി പറഞ്ഞാൽ ഈ ലവ് കൊടുക്കണ പണി മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ വാതിൽ അടച്ചു കേട്ടോ. പിന്നത്തെ ഗ്രില്ല് 4 ഭാഗത്തും ക്യാമറയൊക്കെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. എന്നാലും ഗ്രില്ല് അടച്ചു. അപ്പോൾ എന്താ പറയുക, ലവ് കൊടുത്തു. പിന്നെ അവൾ പേര് എഴുതണം പറഞ്ഞിരുന്നു കേട്ടോ. പേര് ഇപ്പോൾ അയച്ചു തന്നിട്ടില്ല. വിജി ആനന്ദൻ എന്നാണ് പേര് അവരുടെ, വിജിത ആനന്ദൻ. പക്ഷേ പേരിന് സ്പെല്ലിംഗ് ഒന്നും തെറ്റണ്ട, അവർ കറക്റ്റായിട്ട് എന്താ സ്പെല്ലിങ് അയച്ചെത്തിയപ്പോണ്ട് ഞാനത് ഈ ലവ്വൊക്കെയും കൊടുത്തിട്ട് നടുവിൽ കുറച്ച് സ്പേസ് പേര് എഴുതാൻ വേണ്ടിയിട്ടു കേട്ടോ. പക്ഷേ പിന്നെ അവൾ പിന്നെ രാവിലെ വിളിച്ചിട്ടാണ് പറഞ്ഞത് പേരൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. പേര് വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ അവിടെ 1-2 ലവ്വും കൂടിയും കൊടുത്ത് അവിടെ സെറ്റാക്കി. 10ാം ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ റിയമോൾ പഠിത്തം, അത് എത്ര നാളും കളിച്ച് നടന്നു, പഠിച്ചൊന്നുമില്ല. നന്നായിട്ട് തന്നെ ആഘോഷിച്ചു ഓരോ വിശേഷങ്ങളും. ഇപ്പോൾ പരീക്ഷ എടുത്തപ്പോൾ ഭയങ്കര പഠിത്തമാണ് ഗൈസ്. അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ പണികളൊക്കെ ഒരുവിധം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടെ ക്ലീൻ ചെയ്യലാണ് മെയിനായിട്ടുള്ള പണി കേട്ടോ. നമ്മൾ ഈ കേക്കുകൾ ചെയ്യുന്നതല്ല പാട്, അവിടേക്ക് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേനും സമയം ലേറ്റാകും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2-2:15 ആയി, 2:15-2:30 ആയി കേക്ക് 2 കേക്കും ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി. പിന്നെ അവിടേക്കും ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ പാത്രങ്ങൾ പറഞ്ഞാൽ ചോറ് കറിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴിയും കേട്ടോ ചോറിന്. ഇത് കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രീമും അതേപോലെ ഇതൊക്കെയാവില്ലേ അവിടേക്ക് ആ പാത്രങ്ങളൊക്കെയും ആ ട്രേകളും കാര്യങ്ങളൊക്കെയും കഴുകി വെച്ച് എന്നിട്ടൊക്കെ അല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉറുമ്പ് ഭയങ്കര ശല്യം, അതിപ്പോൾ എല്ലാ വീട്ടിലിടും. അപ്പോഴത്തേനും പഠിത്തക്കാരി റിയമോള് എണീറ്റ് വന്നു കേട്ടോ. എണീറ്റ് വന്നു മീൻസ് പഠിപ്പിനോടൊപ്പം വന്നു. അപ്പോൾ അവൾ 12-1 മണിയാകുമ്പോൾ വന്നിട്ടുണ്ട്, അവൾക്ക് വിശക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടൈമില്ല, നീ തന്നെ മാഗി ഉണ്ടാക്കി കഴിച്ചോ പറഞ്ഞു. അപ്പോൾ അവൾ മാഗി ഉണ്ടാക്കുമ്പോൾ വീഡിയോ കാണും പറഞ്ഞിട്ട് അവിടുന്ന് വീഡിയോ ക്യാമറ എന്നെ കൊണ്ട് എടുപ്പിച്ചു ഗൈസ്. അങ്ങനെ ആ ക്യാമറ എടുത്തു. പിന്നെ അവൾ വന്നുകൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നത് വീഡിയോ എടുത്തു തന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേക്കാണ് കേക്ക്. അങ്ങനെ ഈ വീഡിയോ എടുത്തത് ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത 2 കേക്കുകൾ. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാതെ ഞാൻ എപ്പോഴും പറയാന്നല്ലാണ്ട് ആരും കമൻറ്റ് ചെയ്യില്ല. അപ്പോഴത്തേനും റിയമോളുടെ മാഗി അവൾ റെഡിയാക്കി. പിന്നെ അവൾ അതിലേക്കും എന്താ പറയുക ആ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കുന്ന സമയം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഗൈസ്. അങ്ങനെ നട്ടപ്പാത്രയ്ക്കുള്ള അവളുടെ എന്താ പറയുക മാഗി കഴിക്കലാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.